ഇപ്പം ഞങ്ങൾ വാടി കടപ്പുറത്തെത്തി. ഇന്ന് കുറച്ച് മീൻ മേടിക്കാൻ പ്ലാനിട്ട് തന്നെയാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ചെങ്കലവയും ചൂരയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ ഇന്ന് ഞണ്ടിലേക്കായിരുന്നു. ഇതാണ് ഇന്ന് ഞങ്ങൾ വാങ്ങിയ ഞണ്ട്. ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഞങ്ങളവിടെ നിന്നില്ല. ഞണ്ടും വാങ്ങി നേരെ വീട്ടിലേക്ക്. നല്ല സൂപ്പർ ഞണ്ടാണ് കേട്ടോ. കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം, നല്ല വെയിറ്റും ഉണ്ട്. ഞണ്ട് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞണ്ട് കിട്ടിയതിൽ ഞാൻ ഇന്ന് വളരെയധികം ഹാപ്പിയാണ്. അപ്പം നമുക്ക് ഇന്ന് അടിപൊളിയൊരു ഞണ്ട് റോസ്റ്റ് ആക്കിയാലോ. എൻ്റെ ചേട്ടൻ ഇന്നെല്ലാ ഞണ്ടുകളെയും നല്ല അടിപൊളിയായിട്ട് കൊളുപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഞണ്ടുണ്ടല്ലോ, നമ്മൾ കണ്ടിക്കുന്നതിന് മുമ്പ്, അതായത് ഇതിൻ്റെ തോടിളക്കുന്നതിന് മുമ്പ് തന്നെ നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയെടുക്കണം. കണ്ടിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം വെള്ളത്തിലിട്ടിങ്ങനെ കഴുകിയെടുക്കാൻ പാടില്ല. സാധാരണ ആൾക്കാർ പറയാറ് ഇതിന് അരപ്പ് വരെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞണ്ട് കണ്ടിക്കാനിരിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഓരോ ഞണ്ടുകളായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇതിൻ്റെ ചെറിയ കാലും വലിയ കാലും എല്ലാം ഞാനിങ്ങനെ പ്രത്യേകം മാറ്റി വെച്ചു. ചില ഞണ്ടിൻ്റെ വലിയ കാലൊക്കെ അതിൽ തന്നെ ഇറന്ന് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റി വെച്ചു. നമ്മുടെ സൈഡൊക്കെ ഉണ്ടല്ലോ, അതാണ്ട് ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുക. ചിലപ്പോൾ ഇതിനകത്ത് മണ്ണൊക്കെ കാണും. ഈ തോടിലിരിക്കുന്ന പരിഞ്ഞിൽ പോലെയുള്ള ഈ ഭാഗം എടുക്കുന്നുണ്ടെങ്കിൽ ഈ തോടിൻ്റെ സൈഡിലായിട്ട് ഒരു വേസ്റ്റ് ഭാഗം ഉണ്ട്. ഇതാണ്. അത് പ്രത്യേകം എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം ഈ ഒരു ഭാഗം എടുക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം. എൻ്റെ അടുത്ത് ഒരാൾ വന്നിരിപ്പുണ്ട്. ഇന്ന് നമ്മുടെ ബില്ലിക്കുട്ടൻ കുറച്ച് പിണക്കത്തിലാണ്. കാരണം ഇന്ന് ബില്ലിക്കുട്ടന് മീനില്ല. സാധാരണ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ മീൻ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. ഇന്ന് അവന് മീനില്ലാത്തതിൻ്റെതായിട്ടുള്ളൊരു പിണക്കമുണ്ട് എന്നോട്. ഞാൻ എന്ത് ചോദിച്ചിട്ട് ഒരു റിപ്ലൈ ഇല്ലാതെ എക്സ്പ്രഷൻ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടോ, ആശാൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ, എനിക്കെന്തോ തരാത്തതുപോലെ. ഞാൻ ഇന്ന് ഈ ഞണ്ടെല്ലാം ഇരുന്നങ്ങ് പൊളിച്ചു. ഇപ്പം കറക്റ്റ് പറഞ്ഞാൽ സന്ധ്യയായി കേട്ടോ. പൊളിച്ച് എൻ്റെ ഊപ്പാട് വന്നു. എന്നിട്ട് ഞാൻ വിട്ടില്ല. അങ്ങനെ ഞണ്ടെല്ലാം ഞാൻ പൊളിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ കഴുകുന്നത് തോടാണ് കേട്ടോ. ഈ തോടെന്തിനാ കഴുകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ഒന്നാമത് ഈ തോടിനകത്ത് ഇതിൻ്റെ വേസ്റ്റൊക്കെ കുറച്ചെങ്കിലും കാണും. അതിരിക്കുമ്പോൾ അയ്യത്തൊക്കെ ഇട്ടിരുന്ന കാക്ക വന്നെടുത്ത് ആരുടെയെങ്കിലും കിണറ്റിലോ മറ്റോ കൊണ്ടുവന്നിടും. അതിനെക്കാട്ടി നല്ലത് നമുക്കിത് കഴുകിയിട്ടാൽ നല്ലതുപോലെ ഉണങ്ങുമ്പോൾ പൊടിച്ച് മണ്ണിനോട് ചേർക്കാം. വേസ്റ്റ് വെള്ളം കളയുകയും ചെയ്യാം. ഞാൻ ഞണ്ട് ഓരോന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ആദ്യമേ വൃത്തിയാക്കി വെച്ചിരുന്നത് കൊണ്ട് നമുക്ക് വലിയ പാടൊന്നുമില്ല. ചെറിയ രീതിയിൽ ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. അങ്ങനെ ഞണ്ടെല്ലാം കഴുകി ഞാനൊരു ഇഡ്ഡലി കുട്ടകത്തിനകത്ത് നല്ല രീതിയിൽ ഇതങ്ങോട്ട് അടുക്കി വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ വാലിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. പിന്നെ ഇതിൻ്റെ വലിയ കാലും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. ഗ്യാസ് കത്തിച്ച് ഇതിൻ്റെ പരിഞ്ഞിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് ആവിയിൽ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ. എന്താ മണം! നിങ്ങളാരെങ്കിലും പുഴുങ്ങിയ ഞണ്ട് കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് കഴിച്ച് നോക്കൂ. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് ചെറിയ രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂത്തതിന് ശേഷം 2 പച്ചമുളക് കീറിയിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കൊച്ചുള്ളിയും സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ല രീതിയിലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്താൽ മതിയാവും. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ മണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ടിനെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് പുഴുങ്ങാൻ വെച്ചപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഈ മസാലയും ഞണ്ടും എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ഞണ്ട് കറി വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. കാരണം നമുക്ക് ഇളക്കാനൊക്കെ സൗകര്യം അതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ രണ്ടാം പാൽ ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വെന്തതാണ്, എന്നാലും തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഇളക്കി ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒന്നാം തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി പാത്രത്തിലേക്ക് മാറ്റാം. ഇന്ന് ഞാൻ ഈ ഞണ്ട് റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചീനിയും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളി ചീനിയും സൂപ്പർ ഞണ്ട് റോസ്റ്റും. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഞാനിനി ഇതൊന്ന് കഴിച്ചിട്ട് വരാം. കഴിക്കാം. നല്ല മാംസമുള്ള ചീനിയും ഞണ്ടും കൂടെ പൊടി. സൂപ്പർ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങൾ ഇനി ഇതൊന്ന് കഴിക്കട്ടെ.